ഒരുപാട് ഔഷധ ഗുണമുള്ള പച്ചക്കറിയാണല്ലേ നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. ഇലവർഗ്ഗങ്ങളിൽ നമ്മൾ പലതരത്തിലും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും. കൂടുതൽ പേരും താളിച്ചും തോരൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും മുരിങ്ങ കഴിക്കണത്. ഈ സാധനം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര നല്ലതാണെന്നറിയോ. പലർക്കും ഇത് കഴിക്കാൻ മടിയാണെന്ന് മാത്രമല്ല, നമ്മുടെ പറമ്പിൽ വളരെ സുലഭമായിട്ട് കിട്ടിയിട്ടും നമ്മളിത് കഴിക്കാതിരിക്കുന്നുണ്ട് അല്ലേ. ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റണ, വെറുതെ പോലും കഴിക്കാൻ പറ്റണ നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പി നോക്കിയാലോ. വൈകുന്നേര സമയത്ത് ചായൻ്റെ കൂടെയും 10 മണിക്കത്ത് കഞ്ഞിക്ക് കൂടെയും വെറുതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കണേ. കപ്പ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കണുണ്ട്. വേവിച്ച് വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം ഒരുപാട് വറ്റിക്കരുത്. വെന്ത് കഴിഞ്ഞാലും അതിൽ വെള്ളം ഉണ്ടാവണം. കാരണം ആ വെള്ളത്തിൽ വേണം നമുക്ക് ഈ മുരിങ്ങയില വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുരിങ്ങയില എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 കപ്പിനടുത്തൊക്കെ കപ്പ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2-3 പിടി അതിലേറെ വേണമെങ്കിലും മുരിങ്ങയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങയില ഊരിയ ശേഷം നല്ലോണം കഴുകിയിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കപ്പയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കപ്പയിലെ വെള്ളം വറ്റിയിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുത്തപ്പോഴത്തേനും എനിക്ക് ഇച്ചിരി വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഒഴിക്കുകയും ചെയ്യരുത്, ചെറിയൊരു നനവ് മതിയല്ലോ. മുരിങ്ങ ഒന്ന് ചൂടായാൽ തന്നെ വേവുന്ന സാധനമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കപ്പേൻ്റെ കൂടെ ഇത് വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയമിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒരുപാട് സമയമിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചവർപ്പ് രുചി വരും. അപ്പോൾ അത് വരാതെ നോക്കണം കേട്ടോ. ചില മുരിങ്ങയ്ക്ക് കയ്പ്പ് വരാറില്ലേ, അങ്ങനത്തെ മുരിങ്ങയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല കയ്പ്പ് വരും. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ നല്ല എല്ലാം നോക്കി എടുക്കുകയും വേണം. ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. 1-2 തിള തിളച്ചാൽ തന്നെ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. അപ്പോൾ അത് ആ ചൂടിലിരുന്ന് അങ്ങ് കുക്കായിക്കോളും. കണ്ടില്ലേ, ചെറിയ രീതിക്ക് ഈ ഒരു കുറുകിയ മോഡൽ വേണം നമ്മുടെ ഈ ഒരു കൂട്ടാൻ ഉണ്ടാവാൻ. ഇനി ആ കൂട്ടാനൊന്ന് താളിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കടുകും അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകോ അല്ലെങ്കിൽ വറ്റൽമുളക് പൊടിച്ചതോ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു കിഴങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ഒരു പണിയുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.